ചിലപ്പോൾ ആ വണ്ടി നമ്മളൊരു മറ്റൊരു വണ്ടി കണ്ടതിൽ അങ്ങനെയാണ് അതിൻ്റെ കോമ്പിനേഷൻ ഭംഗിയായിട്ട് വന്നത്. അതുകൊണ്ടാണ് നമ്മളങ്ങനെ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ് എന്ന വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ വാഗണ് പറഞ്ഞ ഒരു കളർ നമ്മൾ ഇന്നലെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അടിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ അണ്ടർ കോട്ടും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ബൂത്തിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്കൈ ബ്ലൂ ടൈപ്പ് കളർ, ഒരു ഡാർക്ക് സ്കൈ ബ്ലൂ ആ ഒരു റേഞ്ചിൽ അണ്ടർ ഇപ്പോൾ അടിച്ച് ഫിനിഷ് ചെയ്തുകൊണ്ട് വരികയാണ്. കളർ അടിച്ചാൽ രസം ഉണ്ടാവും തോന്നുന്നു. കാരണം മൊത്തത്തിൽ നോക്കുമ്പോൾ എനിക്ക് എങ്ങനെയുണ്ട്. ഇതിപ്പോൾ അണ്ടർ കോട്ട് അടിച്ചിട്ടുള്ളൂ, പെയിൻ്റ് അടിച്ചിട്ടില്ല. പെയിൻ്റ് അടിക്കാൻ പോവാണ്. പെയിൻ്റ് അടിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അടുത്തുള്ള വ്ളോഗിലേക്ക് കാണാം നമുക്ക്. ഇപ്പോൾ അതിൻ്റെ അണ്ടർ അടിച്ച് മൊത്തം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു ടാക്സി വണ്ടിയാണ്. ടാക്സി വണ്ടിക്കാണ് ഈ ഒരു കളർ വരുന്നത്. ചിലപ്പോൾ ഈ വണ്ടി ഒരു തരംഗമായിട്ട് മാറാം, ഒന്നും പറയാൻ പറ്റില്ല. ഇതിൻ്റെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ നമ്മൾ ബ്ലാക്ക് അടിക്കാൻ ഉദ്ദേശിക്കുന്നത്. പിയാനോ ബ്ലാക്ക്, റൂഫ് ബ്ലാക്ക് അടിക്കണമെന്ന് കസ്റ്റമർ ഇന്നലെ നമ്മുടെ ഗാരേജിക്ക് വന്നിരുന്നു. റൂഫ് ബ്ലാക്ക് അടിക്കണമെന്ന് ചോദിച്ചു. പക്ഷേ കസ്റ്റമർ കണ്ട വീഡിയോസിലൊക്കെ റൂഫ് അങ്ങനെ ബ്ലാക്ക് ഇല്ല. ഗ്രില്ലും കാര്യങ്ങളും പിന്നെ സൈഡിൽ വരുന്ന ഹാൻഡിലും കാര്യങ്ങളൊക്കെ ബ്ലാക്ക് ആണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കോമ്പിനേഷനാണ് ഈ ഒരു കളർ നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇങ്ങനെ വരുന്നൊക്കെ ഉള്ളത് നമുക്ക് അടുത്തടുത്ത വ്ളോഗുകളിൽ കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അപ്പോൾ എന്നാലാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ അടിച്ച് ക്ലിയർ ചെയ്തിട്ട് അതിന് ശേഷം കാണിക്കാം. ചിലപ്പോൾ ഈ വ്ളോഗിൽ തന്നെ കാണിക്കും, അല്ലെങ്കിൽ അടുത്ത വ്ളോഗിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇന്നലെ ഡ്രൈ സാൻഡിങ് തന്നുകൊണ്ടിരുന്ന വണ്ടിയാണ്. ഇപ്പോൾ ഡ്രൈ സാൻഡിങ് കാര്യങ്ങളൊക്കെ ഏകദേശം ഇതേ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ചെയ്യണത് പ്രൈമർ ആപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെറ്റ് കട്ടിങ് ചെയ്യാണ്. അതായത് ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ വെറ്റായിട്ട് കട്ട് ചെയ്യണം, അതായത് വെള്ളം ഒഴിച്ചിട്ട് കട്ട് ചെയ്യണത്. അതിന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് 2K പ്രൈമർ ആപ്ലിക്കേഷൻ ഡ്രൈ ആയതിനു ശേഷം 2K പ്രൈമർ ആപ്ലിക്കേഷൻ ചെയ്യും. അപ്പോൾ അത് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഗ്ലാസും കാര്യങ്ങളും മൊത്തത്തിൽ വണ്ടി ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രൈമർ അടിക്കാൻ വേണ്ടിയിട്ട്. ഉപയോഗിക്കുന്ന പെയിൻറ്റ് അല്ല, പ്രൈമർ എന്ന് പറയുന്നത് ക്യാപ്സിയുടെ തന്നെ 2K പ്രൈമറാണ് നമ്മൾ യൂസ് ചെയ്യുന്ന. ഹാർഡനറും സെപ്പറേറ്റ് വരുന്ന പ്രൈമറാണ്. അപ്പോൾ അതാണ് ഇതിൽ അടിക്കാൻ പോണത് കേട്ടോ. ഇന്നലെ സെറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഗാർനറ്റഡാണ്. ഗാർനറ്റഡിൻ്റെ റബ്ബിങ് ഈ സൈഡ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. റബ്ബിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ടോൺ റബ്ബിങ് യൂസ് ചെയ്തിട്ടുള്ള ബഫിങ് ഈ സൈഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇന്നലെ സെറ്റ് ചെയ്ത് നിങ്ങൾ കണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ സെറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഹെഡ്ലൈറ്റും കാര്യങ്ങളും ഇതെല്ലാം സെറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനുള്ള ഫിനിഷിംഗ് വർക്ക്, നമ്മൾ പാച്ച് വർക്ക് ചെയ്തൊരു വണ്ടിയാണ്. അപ്പോൾ അതിന് ഇന്നർ വശങ്ങളിലൊക്കെ പ്രൈമറി ആപ്ലിക്കേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ പണി അവിടെ നടക്കുന്നുണ്ട്. റബ്ബർ ബീഡിങ് കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. പിന്നെ അൽക്കുരത്ത് വയറുകളൊക്കെ ഒന്ന് ഒഴിവാക്കണം. അത് കഴിഞ്ഞല്ല, അത് കാരണം ഗ്രില്ല് ഫിറ്റ് ചെയ്യാത്തത് ഒരുപാട് കച്ചറ വയറിങ് ഉണ്ട്. ഞാൻ നല്ല പറഞ്ഞിരുന്നു നിങ്ങളോട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഗ്ലാസ് ഒട്ടിക്കണം. ഒന്ന് ഗ്ലാസ് അയച്ചത് കസ്റ്റമർ ലീക്ക് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മേജർ പാച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ രീതിയിലുണ്ട് ഒരു ഫിനിഷിംഗ് വർക്കുകളുണ്ട്. അത് ക്ലിയർ ചെയ്തു. ഇത് ബേസ് ഓപ്ഷൻ വണ്ടിയാണ്. റൂഫ് പേച്ച് ഒന്നും ഇല്ലാത്ത മോഡൽ വണ്ടിയാണ്. അതിലിപ്പോൾ നമ്മൾ ഹാൻഡിലും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ടോപ്പ് ബീഡിങ് ഒട്ടിച്ചു. ഇനിയിപ്പോൾ ബാക്കിലെ സെറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് കേട്ടോ. അതിൻ്റെ പണിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ പെട്രോൾ ഇന്നോവയാണ്. പെട്രോൾ ഇന്നോവ എന്ന് പറയുമ്പോൾ മിക്ക കസ്റ്റമേഴ്സിന് ഒരു കൗതുകമാണ്. ഇവിടെ വന്ന ഒരു കസ്റ്റമർ പറഞ്ഞ് പെട്രോൾ ഇന്നോവയൊക്കെ ഇറങ്ങിയിട്ടൊക്കെ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചു. ഇപ്പോൾ ഇറങ്ങുന്ന കൃഷ്ണ മാത്രമാണ് പെട്രോൾ എന്ന് വെച്ചത്. ഇത് 2005 മോഡൽ വണ്ടിയാണ്. ഇതേ VVT എഞ്ചിനാണ്. ഫിൽറ്റർ കേസും കാര്യങ്ങളൊക്കെ ഏകദേശം പഴയതിൻ്റെ മോഡൽ തന്നെ. അവരുടെ റേഡിയേറ്റർ കാര്യങ്ങളെല്ലാം വ്യത്യാസങ്ങളുണ്ട്, കണ്ടൻസർ വ്യത്യാസങ്ങളുണ്ട്. പീസ് ബോക്സ് കാര്യങ്ങളൊക്കെ ആ ഒരു മോഡൽ തന്നെ. ലാംഗ്വേഴ്സിൻ്റെ ഒക്കെ മാതിരിയുള്ള നോയ്സൊക്കെ. പക്ഷേ സാധാ 2400 cc എഞ്ചിനെന്ന് തോന്നുന്നുണ്ട്. ഇത് 4 സിലിണ്ടർ എഞ്ചിൻ VVT കേട്ടോ. അറിയാത്തവർക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതാണ്. ഒരു വൈബ്രേഷൻ ഇല്ലാത്തൊരു എഞ്ചിൻ കൂടിയാണ് കേട്ടോ. നോയ്സും കുറവാണ്. അപ്പോൾ ഇന്നും 2 ആൾ ലീവ് ഉണ്ട് കേട്ടോ. ഇന്നും 2 ആൾ ലീവാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി തന്നെ ഉത്സവങ്ങൾ നടക്കുന്ന കാരണമാണ്. അപ്പോൾ ഇനിയിപ്പോൾ നാളെയും കൂടി കഴിഞ്ഞാൽ കഴിയും, പരിപാടികൾ കഴിയും. കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോകണം. പിന്നെ നമ്മുടെ ബ്ലൂ കളർ സ്കൈ ബ്ലൂ അടിക്കുന്നതിൻ്റെ എല്ലാ സാധനങ്ങളും എത്തി. അതിൻ്റെ പെയിൻറ്റിങ് മെറ്റീരിയൽ കാര്യങ്ങളെല്ലാം അടിച്ചിട്ടാണ് കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ടർ കോട്ടാണ് കേട്ടോ. ഇനി അതിൻ്റെ മുകളിലാണ് പെയിൻറ്റ് വരാം. സോളിഡ് കളറാണ്, മെറ്റാലിക് ഒന്നല്ല. അപ്പോൾ അത് അടിച്ചതിന് ശേഷം ഇന്ന് വൈകിട്ട് എന്തായാലും കാണാം നമുക്ക്. പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ, പാർട്സ് ഐറ്റംസ് നമുക്ക് ഗാരേജിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതെടുക്കാൻ പോവാണ്. അപ്പോൾ ആ പരിപാടിക്ക് പോവാം. അറ്റൻഡൻസും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാസ്ക് വെച്ചാണ് ഇന്നലെ നീരുവീഴ്ച പിടിച്ചു. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഇവിടുത്തെ പൊടിയും കൂടി ധരിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇന്ന് സാധനങ്ങളെല്ലാം എടുക്കാൻ പോയി. നമ്മൾ 2 വണ്ടി പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ബ്ലൂ വണ്ടി നമ്മൾ നേരത്തെ പോയ വണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ആ വണ്ടിയുടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനായിട്ടുണ്ടായിരുന്നു. നമ്മൾ പാർട്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റും അതേപോലെ ഗാരേജ് ഡിപ്പാർട്ട്മെൻറ്റും രണ്ടാണ്. അപ്പോൾ പാർട്സിൻ്റെ സെയിൽ നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഗാരേജിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ ആവശ്യമുള്ളപ്പോഴാണ് പാർട്സിൻ്റെ നിന്ന് എടുക്കുള്ളൂ കേട്ടോ.
നമ്മൾ ഗ്യാരേജിൽ അങ്ങനെ സ്റ്റോക്ക് ചെയ്യാറില്ല. അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്തൊന്നാമത് ഡ്രൈ സാൻഡിങ് കാര്യങ്ങളൊക്കെ നടക്കുന്ന കാരണം ഗ്യാരേജ് സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ ശരിയാവില്ല. സാധനങ്ങളൊക്കെ നമ്മുടെ ഷോപ്പിൽ നിന്ന് എടുത്തുകൊണ്ട് പോവാണ്. തിരിച്ചൊന്നുമില്ല, ഹെഡ്ലൈറ്റ്, ടൈലൈറ്റ്, ഗ്രില്ല് ഐറ്റംസ്, പിന്നെ ഫ്രണ്ട് ബമ്പർ, സ്കൈ ബ്ലൂ കയറ്റേൻ്റെ ബമ്പറും കാര്യങ്ങളും അതൊക്കെയാണ് സാധനങ്ങളെല്ലാം കൊണ്ടുപോയിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്യാരേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഗ്യാരേജിൽ അവനോട് സാധനങ്ങളൊക്കെ ഇറക്കാൻ പറയാം. നമ്മുടെ ഇന്നലെ നമ്മൾ സാൻഡ് ചെയ്തുകൊണ്ടിരിക്കും, ഡ്രൈ സാൻഡിങ് ചെയ്ത് ഈ ഒരു വണ്ടി പ്രൈമറും കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടിച്ചിരിക്കുന്നത് 2Kയുടെ പ്രൈമറാണ് കേട്ടോ. 2K പ്രൈമർ അടിച്ചിരിക്കുന്നത്. ഇത്തിരി ഹാർഡായിട്ടുള്ള പ്രൈമറാണ്. ബോഡി പിന്നീട് അങ്ങോട്ട് കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും അങ്ങനെ പെട്ടെന്ന് വരാൻ ചാൻസ് ഇല്ലാത്ത നല്ലൊരു പ്രൈമറാണ് 2K പ്രൈമർ എന്ന് പറയുന്നത്. അപ്പോൾ അതടിച്ച് ഫുള്ളായിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അടിച്ചിട്ടുണ്ട്. റൂഫിലും ചെറിയ ചെറിയ ഡെൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫുള്ളായിട്ട് തന്നെ പ്രൈമർ അടിച്ചത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബോഡി ഫില്ലർ ആപ്ലിക്കേഷന് ശേഷം ഡയറക്റ്റ് പെയിൻറ്റ് പ്രൈമർ ആപ്ലിക്കേഷൻ നടത്തിയാണിത്. ചിലവർ സ്പോട്ട് കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ അത് സ്പോട്ട് വേണമെങ്കിൽ ഈ ഒരു പ്രൈമറിന് ഓൾറെഡി കട്ടിയുള്ള പ്രൈമറാണ്. അതുകൊണ്ട് തന്നെ ഇനി എന്തെങ്കിലും സ്പോട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു പ്രൈമർ അടിക്കുമ്പോൾ തന്നെ അത് നകന്ന് പോക്കോളും. പിന്നെ നോർമലായിട്ടുണ്ടെങ്കിൽ ആ സ്പോട്ട് ഫുഡ് യൂസ് ചെയ്തിട്ട് അതും ക്ലിയർ ചെയ്യണതാണ് കേട്ടോ. സെറ്റിങ് കഴിഞ്ഞിട്ടുള്ള വണ്ടി അടച്ചിട്ടിട്ടുണ്ട്. കട്ടിങ് കാര്യങ്ങളും കുറച്ച് ഫിറ്റിങ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതവിടെ നമുക്ക് അടുത്ത വ്ളോഗിൽ കംപ്ലീറ്റ് ആയിട്ട് ഇനി കാണാം. അങ്ങനെ നമ്മുടെ ആ ഒരു ബ്ലൂ കളർ നമ്മളത് ഫുൾ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്ത് തീർത്തിട്ടുണ്ട്. അവിടെ പോകുമ്പോൾ ഈ ഒരു വണ്ടി അടിക്കാൻ വേണ്ടി റെഡി അണ്ടർ കോട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ അതിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് ഒറ്റ കളർ അടിച്ചാണ്. ഈ ഫിൽഡർ അടക്കം ബ്ലാക്ക് അടിച്ചിട്ടില്ല. ചിലപ്പോൾ ആ വണ്ടി നമ്മളൊരു മറ്റൊരു വണ്ടി കണ്ടതിൽ അങ്ങനെയാണ് അതിൻ്റെ കോമ്പിനേഷൻ ഭംഗിയായിട്ട് വന്നത്. അതുകൊണ്ടാണ് നമ്മളങ്ങനെ പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത്. ബോണറ്റ് നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടില്ല. കാരണം ബോണറ്റുമ്പോൾ നമ്മൾ ഷോക്ക് അബ്സർവ് ഫിറ്റ് ചെയ്യുന്നുണ്ട്. ബോണറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ പൊങ്ങി വരാവുന്ന രീതിയിലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ബോണറ്റ് നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടില്ല. ബാക്കി പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഇപ്പോൾ ഈ വ്ളോഗിൽ എന്തായാലും അറിയിച്ചേക്ക്. ഇത് എങ്ങനെ ആവും എന്നുള്ളത് നമുക്ക് വേറൊരു വീഡിയോ എന്തായാലും വരേണ്ടതാണ്. എന്താവും തീർന്ന് എനിക്കും അറിയില്ല. നോക്കാം നമുക്ക്. എന്തായാലും തിങ്ക് പോസിറ്റീവ്. നല്ല രസമായിട്ട് വരട്ടെ. ഒരു സ്പെഷ്യൽ വണ്ടി ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ രീതിയിലേക്ക് എത്തുമെന്ന് വിചാരിക്കാം. തീർത്തിഞ്ഞ് ഇതിൻ്റെ സെറ്റിങ് ഇതിൽ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ നോർമലാണ് കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത്. നോർമൽ ഫിറ്റ് ചെയ്താൽ എങ്ങനെ ആവുമെന്ന് എനിക്കറിയില്ല. ഷേപ്പും കാര്യങ്ങളൊക്കെ പക്കയായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് തന്നെ സൈഡിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അതറിയാൻ സാധിക്കും. ഈ ആർച്ച് കാര്യങ്ങളൊക്കെ നോക്കി പ്രോപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ആ നിഴലിൻ്റെ റിഫ്ലക്ഷൻ കാര്യങ്ങളൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും. ശരി, നോക്കാം. ഇനിയിപ്പോൾ ഇത് നമ്മൾ ഫുള്ളായിട്ട് തന്നെ കട്ടിങ് പോളിഷിങ് കാര്യങ്ങളെല്ലാം ചെയ്യും കേട്ടോ. ശരി, നോക്കാം. വേണ്ട ഓറഞ്ച് പീലൊന്നും അധികം അങ്ങനെ വന്നിട്ടൊന്നുമില്ല. നമ്മൾ ഫുള്ളായിട്ട് തന്നെ ഇത് ഇനിയിപ്പോൾ കട്ട് ചെയ്ത് ബഫ് ചെയ്ത് 3M വാക്സ് പോളിഷിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോസ്. അപ്പോൾ ഇന്നും ഒരു വ്ളോഗായിരുന്നു. വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബൊക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്നും നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ എന്തായാലും അറിയിക്കുക. കണ്ടിന്യൂ ചെയ്യണമുണ്ട്, എങ്ങനെയുണ്ട് എന്നൊക്കെ ഉള്ളതൊന്ന് അറിയിച്ചേക്ക്. പിന്നെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സെറ്റിംഗ് ഉണ്ട്, ഗാർണിറ്റഡ് കംപ്ലീറ്റ് ആവുന്നുണ്ട്. ഒരു സിൽക്കി ഗോൾഡ് ഞാൻ ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ട് വാഷിങ്ങിൽ കിടക്കുന്നുണ്ട്. കഴിഞ്ഞ വ്ളോഗിലൊന്നും കണ്ടിരിക്കില്ല. അതിലേക്ക് വാഷിങ്ങിൽ പോയ വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ കസ്റ്റമർ എത്തണുള്ളൂ. അപ്പോൾ ആ വണ്ടീനൊക്കെ കാണാം നമുക്ക്. അപ്പോൾ എല്ലാവർക്കും